ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. കാരണം അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം മുന്നേയും അമൃതം പൊടി വെച്ചിട്ട് സ്പൈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല കമൻസും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ, കട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാകത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസിന് പകരമായിട്ട് നാരങ്ങ നീരുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ കുറച്ച് എരിവും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉപ്പും എരിവൊക്കെ പാകത്തിനാക്കിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഒരു പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അമൃതം പൊടിയോ ഒന്ന് തൂവിയിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ചെറിയൊരു കട്ടിക്കാണ് ഈ ഒരു മാവ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ താഴ്ഭാഗത്ത് പൊടി തൂകിയിട്ട് തന്നെ പരത്തിയെടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പാകത്തിന് ഗോതമ്പ് പൊടിയും അമൃതം പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് 2 ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരിയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. കൂടുതൽ അളവിൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ 1-2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി അതിന് മുകളിലേക്കായിട്ട് രണ്ടാമത്തെ പത്തിരി മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ പാനിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്നും കൂടി എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി ലെവലാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആയാലും മതിയാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് മൊരിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പിന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കട്ടിക്ക് പരത്തിയെടുക്കുകയും വേണ്ട, ചെറിയൊരു കനം കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് താഴ്ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, എന്നാൽ ഉൾഭാഗം ഒന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയില്ല.
അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാവും. എണ്ണ കുറവുണ്ടെങ്കിൽ പാകത്തിന് എണ്ണ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടണം കേട്ടോ. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു സ്നാക്ക് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉൾഭാഗത്ത് ആ ഒരു മുട്ടയുടെ ഫില്ലിംഗ്, പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ചെറിയൊരു മധുരം, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.